ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീദാസ് കടലൂർ. റോഡ് മാപ്പ് ടു സക്സസ് സീരീസ് 5ലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക് വൈ വിന്നിംഗ് ടീം എന്നതാണ്. ലോകത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് മിസ്റ്റർ റോബർട്ട് കിയോസാക്കി അദ്ദേഹം 2 പുസ്തകങ്ങൾ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് എഴുതിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായി അദ്ദേഹം പറയുന്നത് ആ കമ്പനിയോ അല്ലെങ്കിൽ ആ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്ത ലീഡേഴ്സോ നൽകുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് മിസ്റ്റർ റോബർട്ട് കിയോസാക്കി പറയുന്നത് പോലും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഏതു വ്യക്തിക്കും കിട്ടുന്ന ലൈഫ് ചേഞ്ചിങ് ബിസിനസ് എഡ്യൂക്കേഷൻ ആണ്. പല ആൾക്കാരുടെ കപ്പാസിറ്റി വ്യത്യസ്ത തലങ്ങളിലായിരിക്കാം. എത്ര കഴിവുള്ള വ്യക്തികൾക്ക് പോലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിന്റെ പവർ യൂസ് ചെയ്യേണ്ടി വരും. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ടീമിൽ ഒരു 10 പേര് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുമായിട്ട് റെഗുലർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ടീമിൽ 100 പേരാവുന്ന സമയത്ത്, 1000 ആവുന്ന സമയത്ത് അവരിലേക്ക് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അവിടെയാണ് സിസ്റ്റത്തിന്റെ പവർ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സിസ്റ്റം ഒരു വ്യക്തിയേക്കാൾ 1000 മടങ്ങ് 10000 മടങ്ങ് പവർഫുൾ ആണ്. ഒരു വ്യക്തിക്ക് ചെയ്യാനും ചിന്തിക്കാനും സാധിക്കുന്നതിനപ്പുറത്ത് ചെയ്യാനും പ്രവർത്തിക്കാനും ഒരു സിസ്റ്റത്തിന് സാധിക്കും. സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ മാജിക് നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സിസ്റ്റത്തിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷനും അതിലൂടെ പാസീവ് ഇൻകവും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക. സ്കൂളുകളിലോ കോളേജുകളിലോ നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടുന്നത് ഒരു സിസ്റ്റം ഉപയോഗിക്കാനല്ല, ആ സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും സിസ്റ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, പക്ഷെ സിസ്റ്റം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ഡയറക്ട് സെല്ലിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അവരുടെ ലൈഫിന് വേണ്ടി സിസ്റ്റത്തിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും വെസ്റ്റീജ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വിന്നിംഗ് ടീം സിസ്റ്റം. ഇതിന്റെ ഏറ്റവും വലിയ യുണീക്നെസ് ലോകമെമ്പാടും ഒരേ ഫോർമാറ്റിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഒരു ചെറിയ നഗരത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സിഇഒ മീറ്റിംഗ് ആവട്ടെ, മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടുള്ള ഗുജറാത്തിൽ അറ്റൻഡ് ചെയ്യുന്ന സിഇഒ മീറ്റിംഗ് ആവട്ടെ, കണ്ടന്റും അതിന്റെ എല്ലാവിധ പ്രോസസ്സുകളും സെയിം ആയിരിക്കും. സിസ്റ്റം ഇല്ല എങ്കിൽ വ്യക്തികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ വിത്ത് സിസ്റ്റം കൺഫ്യൂഷൻ ഇല്ലാതെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. വിന്നിംഗ് ടീം സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും 4 ആശയങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ലോങ് ടൈം, സസ്റ്റൈനബിൾ, ഡ്യൂപ്ലിക്കബിൾ ആൻഡ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെസ്റ്റീജ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയെ എംപവർ ചെയ്യലാണ് ഈ സിസ്റ്റത്തിന്റെ ലക്ഷ്യം. ഒരുപക്ഷെ ബിസിനസ്സിൽ മാത്രമല്ല ജീവിതത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും ഈ 4 കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. നമ്മൾ എന്ത് തീരുമാനം കൈക്കൊള്ളുന്ന സമയത്തും ഈ 4 കാര്യങ്ങൾ ഡൈലൂട്ട് ചെയ്യപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ലോങ് ടൈം, നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് തൽക്കാലം ഈ മാസം കിട്ടുന്ന ചെക്കിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് ജനറേഷൻ ലോങ് ചിന്തിച്ചുകൊണ്ടാണ്. ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തും എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് വി ആർ ഇൻ എ ലോങ് ടൈം ബിസിനസ്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ പെർസ്വേഡ് ചെയ്തുകൊണ്ട് തൽക്കാലം കുറച്ച് PV ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ പോലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ആൻഡ് സസ്റ്റൈനബിൾ, നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും എന്നും അത് നിലനിൽക്കുന്നതായിരിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയോടുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കാറുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സെന്ററിൽ പോയിട്ട് ഒരു പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് തൽക്കാലം കുറച്ച് PV ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതെന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല. ദെൻ ഡ്യൂപ്ലിക്കബിൾ, നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും ഡ്യൂപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മുടെ കൂടെ വരുന്ന വ്യക്തികൾക്ക് നാളെ ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം നമ്മൾ ഇത് ഫോളോ ചെയ്യുക. നമ്മുടെ കൂടെ വരുന്ന വ്യക്തി ഇത് നാളെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാപ്പി ആവുമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊരു വ്യക്തിയോടുള്ള അപ്രോച്ച് ആവട്ടെ, സിസ്റ്റത്തിനോടുള്ള അപ്രോച്ച് ആവട്ടെ, സംസാരിക്കുന്ന രീതി ആവട്ടെ, ഇതെല്ലാം തന്നെ ഡ്യൂപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പ്രൊഡക്റ്റ് പ്രസന്റേഷൻ ആവട്ടെ, ബിസിനസ് പ്രസന്റേഷൻ ആവട്ടെ, നമ്മുടെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 5% വരുന്ന വ്യക്തിക്ക് പോലും ചെയ്യാവുന്ന തരത്തിലുള്ള സിംപ്ലിസിറ്റി ഉറപ്പുവരുത്തേണ്ടതാണ്. ആൻഡ് പ്രോഫിറ്റബിൾ, ഒരു മാസം വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലല്ല നമ്മളുടെ ബിസിനസ് ബിൽഡിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നത്. റെഗുലർ ഹൈ പ്രോഫിറ്റബിലിറ്റി, എവർ ഇൻക്രീസിംഗ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് വിന്നിംഗ് ടീമിന്റെ ബിസിനസ് ബിൽഡിംഗ് പ്രാക്ടീസുകൾ എല്ലാം തന്നെ വരുന്നത്. ഈ കാര്യത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2 സംവിധാനമാണ് 10 കോർ സ്റ്റെപ്പ് ആൻഡ് 3 സ്റ്റെപ്സ് ടു ക്രൗൺ. നമ്മുടെ 7th എപ്പിസോഡിൽ 10 കോർ സ്റ്റെപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ 3 സ്റ്റെപ്സ് ടു ക്രൗൺ, അതും എന്താണ് നമ്മൾ മനസ്സിലാക്കും. ഒരു വ്യക്തിക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഹയർ പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വിന്നിംഗ് ടീം സിസ്റ്റം വളരെയധികം സപ്പോർട്ടീവ് ആണ്. സോ സിസ്റ്റം ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഇൻ ഡയറക്ട് സെല്ലിംഗ്. വിന്നിംഗ് ടീം സിസ്റ്റം ഈസ് ദ മോസ്റ്റ് പവർഫുൾ സിസ്റ്റം ഇൻ ദ വേൾഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈൻ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും പാർട്ട് ഓഫ് സിസ്റ്റമാണ്. ഈ കേൾക്കുന്ന ഓഡിയോ സീരീസ് പോലും സിസ്റ്റത്തിന്റെ പാർട്ടാണ്. സോ സിസ്റ്റത്തിലെ ഒരു കാര്യം പോലും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല എന്നുള്ള തീരുമാനം ആദ്യം എടുക്കുക. സിസ്റ്റത്തിന്റെ പവറോടുകൂടി വലിയൊരു ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ. വിത്ത് വിന്നിംഗ് ടീം എവറിത്തിങ് ഈസ് പോസിബിൾ. താങ്ക് യു. വിഷ് യു വെൽത്ത്.